നയനിയാണെങ്കിൽ റൂമിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ, കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ആദർശ് അവിടേക്ക് വരുന്നത്. അപ്പോൾ ആദർശ് നയനെ കരയുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കും. അപ്പം ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല എന്ന് നയന പറയൂ കേട്ടോ. എന്നാൽ പിന്നെ എൻ്റെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നിങ്ങനെ ആദർശ് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, നന്ദു പോയതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് എന്ന് പറയും. അപ്പോൾ അതൊക്കെ കരഞ്ഞു തീർത്തിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നേന്ന് ആദർശ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അത് മാത്രമല്ല ആദർശേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതിലും എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറയും. അപ്പം അതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്നാണ് കേട്ടോ ആദർശ് പറയുന്നത്. എന്നാലും ആദർശേട്ടൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ബോധപൂർവ്വം ഒരു തെറ്റും ആദർശേട്ടനോട് ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ബോധമില്ലാത്ത സമയത്ത് ചെയ്തതായിരിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നയനിയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഇതിന് തക്ക മറുപടി മുഖത്ത് നോക്കി തന്നേനെ. ഇപ്പോൾ എനിക്ക് ആദർശേട്ടനോട് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ആദർശേട്ടനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ ഇപ്പോൾ വേണമെങ്കിലും അങ്ങനെ പറഞ്ഞോ,